കീമിൻ്റെ എൻജിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും ആദ്യ റൗണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിരുന്നു. അതിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ഒരുപാട് പേര് അലോട്ട്മെൻറ്റ് മെമ്മോയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് എന്താണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കാണാം. അപ്പോൾ ഞാനിതിൽ ആ കുട്ടിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനൊരു മെമ്മോ ആണ് നിങ്ങൾക്ക് കിട്ടുക. ഈ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നോക്കിയാൽ ഈ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, പേരുണ്ടാവും, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് റാങ്ക്, ഫാർമസി റാങ്ക് ആണെങ്കിൽ ഫാർമസി റാങ്ക് ഉണ്ടാവും. എന്നിട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ഉണ്ടാവും. ഏത് കോഴ്സാണ്, ഇവിടെ നോക്കുക, സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഏത് കോളേജിലാണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരാണ് കിട്ടിയിരിക്കുന്നത്. ഏത് സീറ്റ് ടൈപ്പാണ്, സ്റ്റേറ്റ് മെറിറ്റ് ആണോ, സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ ഈഴവയാണോ, അതല്ലെങ്കിൽ SC കാറ്റഗറിയിലാണോ, അപ്പോൾ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് കാണിക്കും. ഇനി ഫീ ഡീറ്റെയിൽ ഉണ്ട്, അതായത് നിങ്ങളുടെ ആ ഒരു കോഴ്സിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീ എത്രയാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് 40,000 ആണ് ഫീ. അതിൽ ഇപ്പോൾ ഫീ ടു ബി പെയ്ഡ് അറ്റ് കോളേജ് ഇപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ടോ, ഇപ്പോൾ നിങ്ങളൊന്നും അടയ്ക്കണ്ട. ഡെപ്പോസിറ്റ് ഫീ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടോ, ഒന്നുമില്ല, അതൊക്കെ നില്ലാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഫീ ടു ബി പെയ്ഡ് ടു സിക്ക് ഇപ്പോൾ നിങ്ങൾ എത്ര അടയ്ക്കണം, 8,000 അടയ്ക്കണം. ഈ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട ഫീ ആണ്, ഓൺലൈൻ ചെയ്യേണ്ടതാണ്. ഓൾറെഡി നിങ്ങൾ എത്ര കൊടുത്തിട്ടുണ്ട്, 2,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 10 ആണ്. അതിൽ 2 നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇനി നിങ്ങൾ 8,000 കൊടുക്കണം. വീണ്ടും അവിടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ₹8,000 ടു ബി പെയ്ഡ് ടു സി. ഡേറ്റ് ഓഫ് പേയ്മെന്റ് സിക്ക് അടയ്ക്കണം. ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്താണ്, 8-ാം തീയതി, ഓഗസ്റ്റ് 8 തുടങ്ങി ഓഗസ്റ്റ് 13 വരെ വൈകിട്ട് 3 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അടയ്ക്കാം. അപ്പോൾ ഇത് അടച്ചാൽ മാത്രമേ സീറ്റ് കിട്ടൂ. ഈ സീറ്റ് കിട്ടിയാലേ നിങ്ങൾ അടുത്ത റൗണ്ടിൽ പരിഗണിക്കൂ. ഈ ഡീറ്റെയിലുകളൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഈ അലോട്ട്മെന്റ് മെമ്മോ എന്ന് കാണിക്കാനാണ്. ഇനി ഞാൻ ഒരു സാമ്പിൾ കൂടി കാണിക്കാം. ഇത് മറ്റൊരു അലോട്ട്മെന്റ് മെമ്മോ ആണ്. മുമ്പ് പറഞ്ഞ ഫോട്ടോഗ്രാഫ്, റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, പേര്, B.Pharm ആണ്. ഇവിടെ എഞ്ചിനീയറിംഗിന്റെ അല്ല, റാങ്ക് ഇവിടെ ഉണ്ട്. അലോട്ട്മെന്റ് ഡീറ്റെയിൽ നോക്കിയേ. കോഴ്സ് B.Pharm ആണ്. കോളേജ് പ്രൈം കോളേജ് ഓഫ് ഫാർമസി പാലക്കാടാണ്. ദെൻ സീറ്റ് ടൈപ്പ് സ്റ്റേറ്റ് മെറിറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. കുട്ടി എത്ര ഫീ അടയ്ക്കണം, കോഴ്സ് ഫീ നോക്കിയേ. ഇവിടെ 1,03,645 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. കോഴ്സ് ഫീ 1,03,645 രൂപയാണ്. കോളേജിൽ എത്രയെങ്കിലും അടയ്ക്കേണ്ടതുണ്ടോ, ഈ റൗണ്ടിൽ അടയ്ക്കേണ്ടതില്ല. സ്പെഷ്യൽ ഫീ ഉണ്ടോ, 39,771 രൂപ സ്പെഷ്യൽ ഫീയും അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കുട്ടി അടയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ നിലവിൽ എത്ര അടയ്ക്കണം, നിലവിൽ 8,000 രൂപ അടയ്ക്കണം. ഓൾറെഡി എത്ര അടച്ചിട്ടുണ്ട്, 2,000 അടച്ചിട്ടുണ്ട്. ടോട്ടൽ 10,000 രൂപയായിരുന്നു ഈ ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. അതിൽ 2,000 അടച്ചതുകൊണ്ട് അത് കഴിച്ച് ബാക്കി 8,000 രൂപയാണ് ഇനി അടയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് 8,000 ടു ബി പെയ്ഡ് ടു സി. ഡേറ്റ് ഓഫ് പേയ്മെന്റ് 8/8 തുടങ്ങി 13/8 വരെയാണ്. അപ്പോൾ കോഴ്സ് ഫീ ഇത്രയാണ്, സ്പെഷ്യൽ ഫീ ഇത്രയാണ്. ഇതൊക്കെ നിങ്ങൾ അടുത്ത റൗണ്ടിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നേരിട്ട് കോളേജിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം ചെയ്യേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സ് ഫീ എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ആ കോളേജിൽ തുടർന്നാൽ അടയ്ക്കേണ്ട ഫീ ആണ് ഈ കോഴ്സ് ഫീയും സ്പെഷ്യൽ ഫീയും. ആ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ചെയ്യേണ്ടതാണ് ഈ 8,000 അടയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഈ കോഴ്സ് ഫീ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ആ കോഴ്സിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീയെ കുറിച്ചാണ്. ഇത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്ത സമയത്ത് തന്നെ നിങ്ങൾ ആ ഓപ്ഷൻ ചൂസ് ചെയ്യും. റൈറ്റ് സൈഡിൽ കോഴ്സ് ഫീ കാണിക്കുമായിരുന്നു, അത് തന്നെ ഇപ്പോൾ ഒന്നുകൂടി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇതൊന്നും ഇപ്പൊ അടയ്ക്കേണ്ടതില്ല. അത് എപ്പോഴാണ് അടയ്ക്കേണ്ടതെന്ന് സി അറിയിക്കും, അപ്പോൾ അടച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഈ ഫീ ടു ബി പെയ്ഡ് ടു സി എന്നുള്ളത് മാത്രമാണ് അടയ്ക്കേണ്ടത്. അത് ഒരിക്കൽ കൂടി ഇവിടെയും കാണിച്ചിട്ടുണ്ടാവും, അതാണ് പേ ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇതിന്റെ എൻഡിൽ എൻ്റെ നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.